ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അങ്ങോട്ട് വരാം. ഹരിയേട്ടൻ എന്തായാലും വരൂന്ന് എനിക്കറിയാം. ഹരിയേട്ടന് ഈ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വീണ അങ്ങനെയാണ് ഹരിയേട്ട. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ വീണ വീണയുടെ മുമ്പിൽ എത്തിക്കും. അമ്മാവനെ ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. എടാ പിന്നെ നീയേ ഹലോ കട്ടാക്കി. ഇനി ഞാൻ തന്നെ പോയി പാല് മേടിച്ചോണ്ട് വരണം. തന്നെ ചെറുക്കനോട് പോയായിരിക്കും. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ വിളിക്കാമേ. മനുവിന്റെ അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ നിത്യ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം നിങ്ങൾ ആരാ വിളിച്ചു പറഞ്ഞത്? ഇപ്പൊ അത് അറിഞ്ഞിട്ടെന്തിനാ? അതിന്റെ കണക്കെന്തിനാ ഇപ്പൊ എടുക്കുന്നേ? അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചത്. ഇക്കാര്യം അറിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയത് നിമിഷങ്ങൾക്കുള്ളില. അല്ല, അതിനുള്ളിൽ വേറൊരാൾ നിങ്ങളെ വിളിച്ച് പറയാന്ന് പറഞ്ഞ. അപകട സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ ഇതൊക്കെ നോക്കിയിട്ടാണോ വിളിച്ചു പറയാ? അല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചിലാണ് നമ്മൾ. എല്ലാ തെളിവുകളും പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീയാ വിളിച്ചത്. സംസാരിച്ചത് മനുവിന്റെ അമ്മയാ. ആ സ്ത്രീയുടെ പേരെന്താണെന്നെങ്കിലും? അതൊന്നും പറഞ്ഞില്ല. കാര്യം പറഞ്ഞു, ഫോൺ വെച്ചു. മനുവിനെ നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. അമ്മയുടെ ഫോണിലാണോ വിളിച്ചത്? വിളിച്ചത് എന്റെ ഫോണിലാ. അറ്റൻഡ് ചെയ്തത് അവളാ. ആ നമ്പർ എനിക്കും തരുമോ? അല്ല, അവരെ വിളിച്ചു നോക്കിയാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഞാൻ തരാം. പക്ഷെ ഇതൊക്കെ ഒരുമാതിരി ഇരുട്ടി തപ്പുന്ന ഏർപ്പാടായി പോവും. എന്തു പറ്റി? വിളിക്കുന്നില്ലേ? അത് ഞാൻ വിളിച്ചോളാം. ഹലോ വീണ, നീ എവിടെ? ഞാൻ ചത്തുപോയി ഹരിയേട്ടാ. അച്ഛൻ പറഞ്ഞില്ലേ ഒന്നും? അച്ഛൻ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി മരിച്ചെന്ന് കണക്കാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ. നീ ഇപ്പൊ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിനാ ഹരിയേട്ടാ? അച്ഛനും ഞാനും തമ്മിലുള്ള പിണക്കം മാറ്റാനാണോ? ഞാൻ ഇനി അങ്ങോട്ടില്ല. ഞാൻ കാണണോന്ന് പറഞ്ഞ അതിനൊന്നും അല്ല. പിന്നെന്താ? ഹരിയേട്ടൻ ഇനി എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങിക്കാനുണ്ടോ? കാണും. വീണ, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. ഇപ്പൊ തന്നെ. വലിയ തിരക്കാണല്ലോ. കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. വീടും കൂടിയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോ ഒരു ലോഡ്ജിൽ അഭയാർത്ഥിയാ. അഭയാർത്ഥി എന്ന് പറയുമ്പോ കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ലോഡ്ജ് മുതലാളിയുടെ കാല് പിടിച്ച് ഇവിടെ കൂടിയിരിക്കുന്നു. ഇങ്ങോട്ടൊക്കെ വരാൻ ഹരിയേട്ടന് ബുദ്ധിമുട്ടല്ലേ? ഹരിയേട്ടൻ ഒരു മാന്യനല്ലേ? എടി, നീ സ്ഥലം പറ. ഓക്കെ, സ്ഥലം ഞാൻ പറയാം. ഇവിടെ വന്നിട്ട് എന്നെ തല്ലാനും കൊല്ലാനൊന്നും നിൽക്കല്ലേ ഹരിയേട്ടാ. എന്റെ ജീവിതം ഇപ്പൊ വലിയ കഷ്ടപ്പാടില്ല. ബസ് സ്റ്റോപ്പിന്റെ പുറകില് ഒരു ചെറിയ ലോഡ്ജ് മുറിയുണ്ട്. അവിടെ 104-ാമത്തെ മുറിയിലാ ഞാൻ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഹരിയേട്ടൻ എന്തായാലും വരൂന്ന് എനിക്കറിയാം. ഹരിയേട്ടന് ഈ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വീണ അങ്ങനെയാണ് ഹരിയേട്ട. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ വീണ വീണയുടെ മുമ്പിൽ എത്തിക്കും. എന്തായാലും ഹരിയേട്ടൻ വാ.
പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെയായി. മോനെ കുറിച്ചൊരു വിവരവും ഇല്ല. ബന്ധുക്കളുടെ കൂട്ടത്തിലേ കുടുംബത്തിനൊരു പേരുണ്ടായിരുന്നതാ. അതല്ല ഇപ്പൊ വെള്ളത്തിലായി. ഇനിയിപ്പൊ കുഞ്ഞിനെങ്ങാണം തിരിച്ചു കിട്ടിയില്ലെങ്കി. എന്താ ദമയന്തി പറയുന്നത്? തിരിച്ചു കിട്ടിയില്ലെങ്കിലെന്നോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പറയുന്ന കേക്കാൻ ആരും തയ്യാറല്ലല്ലോ. പോലീസുകാരെ വിളിച്ച് നിത്യ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. സുജാതെ, സാറ പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വേറൊരു കുടുംബത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കല്ലേ അറിയൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എന്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയാ ഞങ്ങള് ഇത്രയും കാലം പോരാടി നിന്നത്. ഞങ്ങളോടൊരു ബന്ധം സ്ഥാപിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. പക്ഷേ ആദിമോന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടു നിൽക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സുജാതെ ഒന്നും പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നില്ല. കുഞ്ഞു കൂടെയില്ലെങ്കിൽ ജ്യോതി ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവില്ല. അവള് നിങ്ങളെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഉള്ള കാര്യം പറയുന്നത് കൊണ്ട് എന്താ? എനിക്കാരെയും വെട്ടിപ്പിരിക്കണമെന്ന് ഒരാഗ്രഹമില്ല സുജാതെ. സാഹചര്യത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ.